ഒമാനിലെ സലാല തുറമുഖത്ത് ഇന്ധന ടാങ്കുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം. നിരവധി ഡ്രോണുകൾ സുരക്ഷാ സേന വെടിവെച്ചു വീഴ്ത്തി. ഡ്രോണുകളിൽ ചിലത് ഇന്ധന ടാങ്കുകൾ പതിച്ചതായാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിൽ ആളപായമില്ലെന്നും ആശങ്കപ്പെടാനില്ലെന്നും ഒമാൻ വാർത്താ ഏജൻസി അറിയിച്ചു. അബുദാബിയിലും ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല. തീ നിയന്ത്രണ വിധേയമെന്ന് അബുദാബി മീഡിയ ഓഫീസ് അറിയിച്ചു. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റഹീസ്, പലയിടത്തും ഇന്നും ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എന്താണ് സാഹചര്യം? അമൃത, നിലവിൽ UAE നമ്മൾ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഏറ്റവും പുതിയ അലേർട്ട് പുറത്തു വരുന്നത്. ആ അലേർട്ട് പ്രകാരം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം ദുബായിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് UAE പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ അലേർട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ അങ്ങനെ ഒരാക്രമണം കൂടി ചെറുക്കാൻ നേരിടാനൊക്കെയും പ്രതിരോധ സേന തയ്യാറാകുന്നു. UAE പ്രതിരോധ സേന അത്തരത്തിൽ ഒരു മിഷൻ കൂടി നടത്തി വരികയാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ഇന്ന് ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായത്, അല്ലെങ്കിൽ ഏറ്റവും തീവ്രമായിട്ടുള്ള ആക്രമണം ഉണ്ടായത് അത് ഒമാനിലാണ്. ഒമാനിലെ സലാല തുറമുഖത്തിന് നേരെ നിരവധി ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആക്രമണത്തിൽ ചില ഡ്രോണുകൾ തകർത്തു. എന്നാൽ മറ്റുള്ളവ തുറമുഖത്തെ ഇന്ധന ടാങ്കുകളിൽ പതിച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ ഒമാനിൽ തന്നെ ഏതാണ്ട് 4 തവണയായിട്ട് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ മീഡിയ ഓഫീസ് സ്ഥിരീകരിച്ചു പറയുന്നത് ചില ഇന്ധന ടാങ്കുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. അത് ഒരു സ്ഫോടനം എന്ന നിലയിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. അത് മിസൈലുകൾ പതിച്ച് ഉണ്ടായ ആക്രമണം തന്നെയാണ്, ഡ്രോണുകൾ പതിച്ചുണ്ടായ ആക്രമണമാണ് എന്ന് സ്ഥിരീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒമാനിലെ ഈ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് ദുഃഖം തുറമുഖത്തിന് നേരെയും ആക്രമണം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആക്രമണം അത് ഇറാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 ദിവസത്തിന് ഇടയിൽ ഒമാനിലെ തുറമുഖങ്ങളിലേക്ക് ആക്രമണം ഉണ്ടായതായിട്ടുള്ള സ്ഥിരീകരിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഒമാന് നേർക്കുള്ള ആക്രമണവും നിർത്താൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇറാൻ അറിയിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒമാൻ അടിക്കടി ഇത്തരത്തിൽ ഇറാനെ പിന്തുണച്ചു വരികയും ഒപ്പം തന്നെ ഈ പല അന്താരാഷ്ട്ര വേദികളിലും അന്താരാഷ്ട്ര തലങ്ങളിൽ നയതന്ത്ര ഇടപെടലുകളൊക്കെയും ഉണ്ടാകണമെന്ന് ഇറാനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒമാനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ എന്നുകൂടി പറയേണ്ടി വരും. അതിനപ്പുറത്തേക്ക് അബുദാബി പഴയ എയർപോർട്ടിലേക്കും ആക്രമണം ഉണ്ടായിരുന്നു. രാവിലെ ദുബായ് എയർപോർട്ടിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നു. അതിൽ 2 മിസൈലുകൾ ഇത്തരത്തിൽ ഈ പരിസരത്ത്, അതായത് ദുബായ് എയർപോർട്ടിന്റെ പരിസരത്ത് വീണ് പതിച്ച് ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം അതോറിറ്റി തന്നെ സ്ഥിരീകരിക്കുന്നു. ഒപ്പം തന്നെ അതിൽ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാൾ ഇന്ത്യക്കാരനാണ് എന്നുള്ള വിവരവും ഇന്നാണ് പുറത്തു വന്നത്. അപ്പോൾ വ്യാപകമായി തന്നെ ഇന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളമായാലും ഖത്തറും കുവൈറ്റും ഒക്കെ സംബന്ധിച്ചിടത്തോളം ആക്രമണങ്ങൾ വ്യാപകമായി ഉണ്ടായിട്ടുണ്ട്. അത് ചെറുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ദുബായ് തന്നെ UAE തന്നെ അറിയിക്കുന്നത് 92% ആക്രമണങ്ങളും ചെറുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഒരുപക്ഷെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നേരിട്ട ഒരു ദിവസം ഇന്നായി മാറാനാണ് സാധ്യത. അമൃത. മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.